നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ? ഇന്ന് രാവിലെ മുതൽ, അതായത് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കേണ്ട സമയമായി എന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇന്ന് രാഹുലിനെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം ഉണ്ടാകുമോ എന്ന് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയായിരുന്നു. അതിനിടയിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാർത്താ സമ്മേളനം വരുന്നു. അതിൽ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്ന തരത്തിലുള്ള ഒരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും രാഹുലിനെ പുറത്താക്കി എന്ന തരത്തിലുള്ള ഒരു തീരുമാനമൊന്നും നിലവിലില്ല. അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. ഈ ഒരു പരാതി ഉയർന്ന സമയത്ത് തന്നെ എടുക്കേണ്ട നടപടികളെല്ലാം ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. അതായത് ഈ ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിക്കുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു, ഈ തീരുമാനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തതാണ്. ഇനി കൂടുതൽ തീരുമാനങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുതിയൊരു പരാതി കൂടി വന്നിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രാഹുലിനെതിരെയുള്ള നടപടികൾ കൂടുതൽ ആലോചിച്ച ശേഷം മാത്രമേ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ എന്ന ഒരു പ്രതികരണമാണ് സണ്ണി ജോസഫ് നടത്തിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഉടൻ പാർട്ടിയിൽ നിന്ന് പുറത്തേക്കില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഒരു ഔദ്യോഗിക തീരുമാനം ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സണ്ണി ജോസഫ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവകരമായിട്ട് തന്നെ രാഹുലിന്റെ വിഷയം പരിഗണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു പരാതിയുമായി കഴിഞ്ഞ ദിവസം പെൺകുട്ടി വന്നു, തനിക്ക് പരാതി കിട്ടി, ആ പരാതി താൻ DGPക്ക് കൈമാറി, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, താൻ നിയമത്തിനനുസരിച്ചുള്ള നടപടികളാണ് വിഷയത്തിൽ സ്വീകരിച്ചത് എന്നതടക്കമുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നൊരു നിലപാടിലാണ് അദ്ദേഹം ആയിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്കില്ല, അത്തരത്തിലൊരു തീരുമാനം നിലവിൽ കൈക്കൊണ്ടിട്ടില്ല. വളരെ വേഗത്തിൽ രാഹുലിനെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തനിക്ക് കിട്ടിയ പരാതിയെക്കുറിച്ചും ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത സണ്ണി ജോസഫ് വരുത്തുകയുണ്ടായി. മാത്രമല്ല, ഇപ്പോൾ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു താഴ്ന്നു നിൽക്കുന്ന സമയമാണ്. ആ ഒരു വിഷയം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് സണ്ണി ജോസഫ് നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ജാമ്യം തള്ളുന്ന സാഹചര്യമുണ്ടായി, വാസുവിന്റെ അടക്കം ജാമ്യം തള്ളുന്ന സാഹചര്യമുണ്ടായി. അത് വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണെന്നും അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ആരും മറക്കരുത് എന്ന രീതിയിലാണ് സണ്ണി ജോസഫ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, അതായത് CPM അവരുടെ വിഷയങ്ങൾ വന്നാൽ, ഇത്തരത്തിൽ കേസുകൾ വന്നാൽ അവർ അന്വേഷിക്കും എന്നൊരു നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു നിലപാടില്ല. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന ഒരു നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. അത് അത്തരത്തിൽ തന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം രണ്ടാമത്തെ ബലാത്സംഗ പരാതിക്ക് പിന്നാലെ കോൺഗ്രസിലെയും UDFിലെയും വനിതാ നേതാക്കളടക്കം കടുത്ത വിമർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചത്. രാഹുലിനെ ഒരു നിമിഷം പോലും പാർട്ടിയിൽ തുടരാൻ അനുവദിക്കരുതെന്നും MLA സ്ഥാനം രാജിവയ്പ്പിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് വനിതാ നേതാക്കൾ പലരും പരസ്യമായി പ്രകടിപ്പിച്ചത്. KK രമ MLA, ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജബി മേത്തർ, ദീപ്തി മേരി വർഗീസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സാജൻ എന്നിവർ രാഹുലിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. MLA സ്ഥാനം രാജിവയ്ക്കണം, രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ഷാനിമോൾ ഉസ്മാനും ദീപ്തി മേരി വർഗീസും സജന ബി സാജനും ആവശ്യപ്പെട്ടത്. ഒരു നിമിഷം പോലും രാഹുൽ പാർട്ടിയിൽ തുടരരുതെന്നും ഷാനിമോൾ കൂട്ടിച്ചേർത്തു. കുറ്റക്കാരൻ ആരായാലും പുറത്താക്കണം. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണെന്നും മറ്റ് പാർട്ടിക്കാരെ പോലെ ആരെയും കോൺഗ്രസ് സംരക്ഷിക്കില്ലെന്നും അവർ പറഞ്ഞു. രാഹുൽ പൊതുരംഗത്ത് തുടരുന്നത് നാടിന് തന്നെ അപമാനമാണെന്നാണ് ബിന്ദു കൃഷ്ണ പറഞ്ഞത്. രാഹുൽ MLA സ്ഥാനമടക്കം രാജിവെക്കണമെന്ന് KK രമയും ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ പാർട്ടിയിലെ വനിതാ നേതാക്കന്മാരെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരുന്നു. അതിനിടയിൽ രാവിലെ K മുരളീധരന്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗം വരുന്നു. ഇതെല്ലാം കൂടി ഒരൊറ്റ നിഗമനത്തിലേക്കാണ് നയിച്ചത്, രാഹുലിനെ പാർട്ടിയിൽ നിന്ന് ഉടൻ പുറത്താക്കുമെന്ന്. എന്തായാലും അത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും ഉടൻ എടുക്കേണ്ട എന്ന ഒരു തീരുമാനത്തിലാണ് നേതൃത്വമായിരിക്കുന്നത്. എടുക്കേണ്ട നടപടികളൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി മറ്റു കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ടെങ്കിൽ അത് ഇനി ആലോചിച്ച ശേഷം മാത്രമേ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നിലപാട് വ്യക്തമാക്കുമ്പോൾ എന്തായാലും ഉടൻ തന്നെ പാർട്ടിയിൽ നിന്ന് രാഹുൽ പുറത്തേക്കില്ല എന്നൊരു സൂചന അല്ലെങ്കിൽ എന്ന ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. രാഹുലിനെതിരായ പരാതിയിൽ കോൺഗ്രസ് സ്വീകരിച്ചത് സ്ത്രീപക്ഷ നിലപാടാണെന്നും നേരത്തെ എടുത്ത നടപടി കൂട്ടായ തീരുമാനമാണെന്നും ആരുടെയും വ്യക്തിപരമായ തീരുമാനമല്ല എന്നും ജബി മേത്തറിന്റെ പ്രതികരണം. അടുത്ത നടപടി ഉചിതമായ സമയത്ത് ഉണ്ടാകുമെന്നും ജബി മേത്തർ കൂട്ടിച്ചേർത്തു. നമുക്കറിയാവുന്ന പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉണ്ടായ സമയം മുതൽ തന്നെ പല യുവ നേതാക്കളും രാഹുലിനെതിരെ പരസ്യമായി വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. അത്തരത്തിൽ ഒരാളാണ് സജന ബി സാജൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. യൂത്ത് കോൺഗ്രസിൽ വിമർശനം ഇനിയും വൈകിയാൽ
ചെയ്താൽ പാർട്ടി കനത്ത വില നൽകേണ്ടി വരുമെന്ന് സജനയുടെ പ്രതികരണം. സ്ത്രീകളുടെ അഭിമാനത്തെ വെല്ലുവിളിക്കരുത്, ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണ്. ഇതൊരു സൂചനയായി മാത്രം നേതൃത്വം കാണണമെന്നും സജന ഫേസ്ബുക്കിൽ കുറിച്ചു. MLA സ്ഥാനമടക്കം രാജിവെച്ച് രാഹുൽ മങ്കൂട്ടത്തിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് മാറി നിൽക്കണമെന്ന് ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് VP ദുൽഗിഫിൽ. ജനങ്ങളെ അതിവൈകാരികത കാണിച്ച് രാഹുൽ വഞ്ചിക്കുകയാണ്. പ്രസ്ഥാനത്തിന് പ്രയാസമുണ്ടാക്കാത്ത എല്ലാ സ്ഥാനങ്ങളും രാഹുൽ ഉപേക്ഷിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു. MLA ചെയ്തിരിക്കുന്നത് കടുത്ത വഞ്ചനയാണ്. സസ്പെൻഡ് ചെയ്ത പാർട്ടി തീരുമാനത്തെ പുല്ലുവില നൽകാതെ പുച്ഛിച്ച് മുന്നോട്ട് പോയത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല. സമൂഹ മാധ്യമങ്ങളിലെ ലൈക്കിന്റെ എണ്ണമോ സൈബർ ഇടങ്ങളിലെ പിന്തുണയോ അല്ല പാർട്ടി പരിഗണിക്കേണ്ടതെന്നും ദുൽഗിഫിൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. ബലാത്സംഗവും നിർബന്ധിത ഗർഭചിത്രവും അടക്കമുള്ള പരാതികളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മങ്കൂട്ടത്തിന്റെ രാജി അനിവാര്യമാണ് എന്നതടക്കമുള്ള ആവശ്യം പാർട്ടിയുടെ പല കോണുകളിൽ നിന്നും ഉയരുന്നു. പക്ഷേ പലരും തള്ളി പറഞ്ഞുകൊണ്ട് രാഹുലിനെ അക്ഷരാർത്ഥത്തിൽ കൈവിട്ടുകൊണ്ട് തള്ളി പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് രാഹുലിനെ പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം ഇന്നുണ്ടാകുമെന്നൊരു നിഗമനത്തിലെത്തിയത്. പക്ഷെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം കടന്നിട്ടില്ല. പ്രത്യേകിച്ച് ഇന്നലത്തെ രണ്ടാമത്തെ പരാതിക്കാരി കൂടി രംഗത്ത് വന്നതോടെ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാണ് രാഹുൽ മങ്കൂട്ടത്തിലായിരിക്കുന്നത്. കോൺഗ്രസ് പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടുന്ന സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ MLA സ്ഥാനം രാജിവെപ്പിക്കുക അല്ലെങ്കിൽ രാഹുൽ രാജിവെക്കുക അല്ലാതെ വേറെ നിവർത്തിയില്ല എന്നൊരു തരത്തിലേക്ക് നിഗമനങ്ങൾ എത്തിയിരുന്നു. പക്ഷേ അതിലേക്കൊന്നും കടക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നേതാക്കളുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം രാഹുലിനെതിരായ നടപടി സംബന്ധിച്ച് സംസ്ഥാന നേതാക്കളെയും ദേശീയ നേതാക്കളും ആശയവിനിമയം നടത്തിയതായാണ് റിപ്പോർട്ട്. KPCCയുടെ ശുപാർശയിൽ AICC കാര്യത്തിൽ തീരുമാനമെടുക്കും. രാഹുൽ വിഷയത്തിൽ KPCC തലത്തിൽ ബുധനാഴ്ച കൂടിയാലോചന നടക്കും. ഇതിനുശേഷമായിരിക്കും തീരുമാനം AICC നേതൃത്വത്തെ അറിയിക്കുക. യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ പരിഗണിക്കുകയാണ്. രാഹുലിന്റെ പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ആദ്യത്തെ ഓഡിയോ പുറത്തു വന്നപ്പോൾ തന്നെ പരാതിക്കായി അന്വേഷണ സംഘം എത്തിയിരുന്നു. പക്ഷെ അപ്പോഴൊന്നും പരാതിക്കാരിക്ക് പരാതിയില്ലായിരുന്നു. പിന്നീട് രണ്ടാമത്തെ ഓഡിയോ പുറത്തു വരുന്നു. മാസങ്ങൾക്കിപ്പുറം പരാതിയുമായി പരാതിക്കാരി രംഗത്ത് വരുന്നു. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന വാദമാണ് രാഹുലിന്റെ ഭാഗം ഉന്നയിക്കുന്നത്. എന്തായാലും പ്രതി ഒരു രാഷ്ട്രീയക്കാരനാണ്, തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുതെന്ന വാദം മറുഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അതേസമയം രാഹുലിന്റെ കാര്യത്തിൽ ഇനി പ്രതീക്ഷയില്ലെന്നും പുകഞ്ഞുകൊള്ളി പുറത്താണെന്നുമായിരുന്നു മുരളീധരൻ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. സസ്പെൻഷൻ എന്നത് തെറ്റുതിരുത്തി തിരിച്ചു വരാനുള്ള ഒരു മാർഗമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി അനുവർത്തിച്ചു വരുന്നതെങ്കിലും ഇക്കാര്യത്തിൽ ഇനി അതിന് സ്കോപ്പില്ലാത്ത സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നായിരുന്നു മുരളീധരന്റെ പ്രതികരണം. രാഹുലിനെതിരെ KPCC കടുത്ത നടപടികൾക്ക് ഒരുങ്ങുകയാണെന്ന് മാധ്യമങ്ങളെ അറിയിച്ചതും മുരളീധരൻ തന്നെയായിരുന്നു. പിന്നാലെ രാഹുൽ ഇനി പാർട്ടിയിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ നിലപാടെടുക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് വനിതാ നേതാക്കന്മാർ രാഹുലിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഒരു സമയത്തും രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് എടുത്തിട്ടില്ലെന്നും അങ്ങനെ ചെയ്യില്ല എന്നതടക്കമുള്ള നിലപാടുകൾ പലയിടത്തു നിന്നും ഉയർന്നു വന്നതോടെയാണ് ഇന്ന് തന്നെ രാഹുലിന്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന തരത്തിലൊരു അഭ്യൂഹമൊക്കെ വന്നത്. പക്ഷേ എന്തായാലും അത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് നിലവിൽ നേതൃത്വം കടന്നിട്ടില്ല എന്ന് സണ്ണി ജോസഫ് വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി എന്താണ് എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഈ ഇത്രയും പരാതികൾ ഉയരുന്നു. ആദ്യം ഒരു ഓഡിയോ, ഒരു പരാതിക്കാരി, അതിനുശേഷം വീണ്ടും ഒരു പരാതിക്കാരി രംഗത്ത് വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി എന്താകും? ഇപ്പോൾ അറസ്റ്റിലായാൽ, ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്, ജാമ്യമില്ല എന്നൊരു അവസ്ഥയിലേക്ക് പോകാനുള്ള അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടക്കും. അത്തരത്തിലൊരു MLA അറസ്റ്റിലായാൽ ഉണ്ടാകാവുന്ന മറ്റ് സങ്കീർണതകൾ, അതിനെക്കുറിച്ചും പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട്. എന്തായാലും നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതാക്കന്മാർ ആയിരിക്കുന്നത്. എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നടപടികളൊന്നും പ്രഖ്യാപിക്കാതെയാണ് സണ്ണി ജോസഫ് ഇന്ന് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ നടപടികൾ ഉണ്ടെങ്കിൽ അത് ഉചിതമായ സമയത്ത് ആ നടപടികൾ സ്വീകരിക്കും, ഒരു തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിൽ ചില നടപടിക്രമങ്ങൾ ഉണ്ട് എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. രാഹുലിനെതിരെ എടുക്കാൻ പറ്റുന്ന നടപടികളൊക്കെ നിലവിൽ എടുത്തു കഴിഞ്ഞു. നേരിട്ട് പരാതി കിട്ടിയത് ഇന്നലെയാണ്, അതിൽ വ്യക്തതയില്ലായിരുന്നു. പരാതി DGPക്ക് കൈമാറിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി
നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. CPM പ്രതികളെ പാർട്ടിയുടെ തണലിൽ സംരക്ഷിക്കുന്നു. കോൺഗ്രസ് അങ്ങനെയല്ല ചെയ്തത്. ശബരിമല കേസിലെ പ്രതികളെ CPM സംരക്ഷിക്കുകയാണ് എന്ന വാദവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. അവരാണ് കോൺഗ്രസിനെ ഉപദേശിക്കുന്നത്. അതായത് ശബരിമലയിൽ പ്രതികളെ സംരക്ഷിക്കുന്നവർ രാഹുലിനെ പുറത്താക്കാൻ തങ്ങളെ ഉപദേശിക്കുകയാണെന്നും സണ്ണി ജോസഫിന്റെ വിമർശനം. ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനാവില്ല. കോടതിയുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ടായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക. MLA സ്ഥാനം രാജിവെക്കേണ്ടത് അത് രാഹുലാണ്. രാഹുൽ ആരോപണ വിധേയനായിരിക്കെ തിരഞ്ഞെടുപ്പ് ഔദ്യോഗിക പ്രചാരണങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. കോൺഗ്രസിന്റെ മേൽക്കൈ രാഹുൽ വിഷയത്തിൽ ഇല്ലാതായിട്ടില്ല എന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. രാഹുലിനെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമെന്ന ചോദ്യങ്ങൾക്ക് ആലോചിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.